നമസ്കാരം. കോൺഗ്രസിൻ്റെ ചർച്ചാ തൊഴിലാളി ഷമാ മുഹമ്മദ് ദേശീയ തലത്തിൽ ഒന്ന് പ്രശസ്തയാകാൻ നോക്കിയത് നമ്മൾ കണ്ടതാണ്. അതായത് ക്രിക്കറ്റ് ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ക്രിക്കറ്റിന് പറ്റിയ ആളല്ല, ഒരു കായിക താരത്തിന് പറ്റിയ ശരീരമല്ല അദ്ദേഹത്തിനുള്ളത്, അയാൾക്ക് തടി കൂടുതലാണ് എന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ എന്ന ഒരു പോസ്റ്റ് അവർ എക്സിൽ പബ്ലിഷ് ചെയ്തു. മാത്രമല്ല അത് പിന്നീട് വലിയ വിവാദമാകുന്നു. രോഹിത് ശർമ്മയെയും മറ്റ് മുൻകാല ക്യാപ്റ്റന്മാരെയും താരതമ്യം ചെയ്തുകൊണ്ട് രോഹിത് ശർമ്മ ഒന്നുമല്ല എന്ന രീതിയിൽ പിന്നീട് തുടരെ വീണ്ടും ട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് വലിയ തരത്തിലുള്ള വിവാദമായി. കോൺഗ്രസ് കേരളത്തിൽ ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചയ്ക്ക് മാത്രമായി നിയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷമാ മുഹമ്മദ്. പക്ഷേ ഷമാ മുഹമ്മദിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പ്രേക്ഷകർക്ക് പോലും വലിയ അരോചകമായി മാറുകയായിരുന്നു. യാതൊരുവിധ പ്രതിപക്ഷ ബഹളവുമില്ലാതെ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴും ഒച്ചയുണ്ടാക്കുക എന്ന ഒരു രീതിയിലേക്കൊക്കെ മാറിയപ്പോൾ ഷമാ മുഹമ്മദിൻ്റെ ആ ഒരു മേഖലയിലുള്ള റേറ്റിംഗ് ഇടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ അതുകൊണ്ട് തന്നെ പാർട്ടി പല ഉപതെരഞ്ഞെടുപ്പുകളിലും പരിഗണിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഷമാ മുഹമ്മദിന് സീറ്റൊന്നും പാർട്ടി നൽകിയില്ല. അതിൽ രോഷാകുലരായി ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കേരളത്തിൽ ഒതുങ്ങിക്കൂടുമ്പോഴാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തയാകാനുള്ള ഒരു അവസരമായി കാണുന്നതും രോഹിത് ശർമ്മയുടെ തടിയെക്കുറിച്ച്, രോഹിത് ശർമ്മയുടെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലൊരു പ്രസ്താവന നടത്തുകയും വലിയ വിവാദത്തിൽ ചെന്ന് പെടുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഷമാ മുഹമ്മദിന് കൃത്യമായ മറുപടി പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ നൽകിക്കഴിഞ്ഞു. ഇപ്പോഴിതാ രോഹിത് ശർമ്മയ്ക്ക് പകരം മുഹമ്മദ് ഷമിയെ പരാമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് പക്ഷേ മുഹമ്മദ് ഷമിയെ വിമർശിച്ചുകൊണ്ടൊന്നുമല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഹമ്മദ് ഷമിക്കെതിരെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിംഗ് ചില മത തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല രാജ്യത്തെ ചില ഇസ്ലാമിക മത പണ്ഡിതന്മാരെല്ലാം ഇത്തരത്തിൽ മുഹമ്മദ് ഷമിക്കെതിരെ ചില പ്രസ്താവനകൾ, അപകടകരമായ പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. അതായത് മാച്ചിനിടെ, ചാമ്പ്യൻസ് ട്രോഫി നടക്കുകയാണ്, ഈ ക്രിക്കറ്റ് മത്സരത്തിനിടെ അദ്ദേഹം ജ്യൂസ് കുടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം വെള്ളം കുടിക്കുന്ന ഒരു ചിത്രം അതെടുത്തു വച്ചിട്ട് ഈ നോമ്പ് നോക്കുന്നില്ല മുഹമ്മദ് ഷമി, ഇത് നോമ്പ് കാലമാണ്, ആ സമയത്ത് എന്തിനാണ് ഇയാൾ ജ്യൂസ് കഴിച്ചത്, വ്രതം തെറ്റിച്ചു എന്ന പേരിൽ ഒരു ആരോപണം ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അതായത് ഇങ്ങനെ ആരോഗ്യമുള്ള ആണും പെണ്ണുമെല്ലാം ഇത്തരത്തിൽ നോമ്പ് നോറ്റിരിക്കണം, അത് ഇസ്ലാം അനുസരിച്ച് നിർബന്ധമാണ്, അങ്ങനെ നോക്കാത്തവർ ക്രിമിനലുകളാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും എന്നാണ് ഒരു മതപണ്ഡിതൻ പറഞ്ഞത്. ഇത് ഒരു പരിധിവരെ ഒരു ശിക്ഷാവിധിയാണ്. ഈ വിധി അനുസരിച്ച് ശിക്ഷ നടപ്പാക്കാനായി പുറത്ത് കുറച്ച് പേർ കാത്തിരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും മുഹമ്മദ് ഷമിയെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഈ നോമ്പ് കാലത്ത് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ആളുകളെ ആക്രമിക്കാനുള്ള ഒരു ലൈസൻസായി ഈ പറയുന്ന ഈ മതപണ്ഡിതന്മാരുടെ വാക്കുകൾ എടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് ഈ ആളുകളെ ആക്രമിക്കാൻ പുറപ്പെടുന്നവർ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്കെതിരെയുള്ള ഒരു ഭീഷണി കൂടിയാണ് അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ വലിയ തരത്തിലുള്ള പിന്തുണ മുഹമ്മദ് ഷമിക്ക് കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു കായിക താരമാണ്. ഒരു കായിക താരത്തിന് ഒരിക്കലും ആ രീതിയിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ കളിക്കാനാകില്ല. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് നടക്കുമ്പോൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു പരിധിവരെ കായിക താരമല്ല. അതിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. കോച്ചും മറ്റ് ഡയറ്റീഷ്യന്മാരും ഒക്കെ ഇന്ത്യൻ ടീമിലുണ്ട്. ഇന്ത്യൻ ടീം ലോകോത്തരമായ ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഷമിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, അയാൾക്ക് എതിരെ അങ്ങനെ ആക്രമണം നടത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ജനതയുണ്ട്. ആ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഷമാ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഷമാ മുഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഷമി യാത്ര ചെയ്യുന്നയാളാണ്. കാരണം ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഷമി യാത്ര ചെയ്യുന്നയാളാണ്. മാത്രമല്ല അയാളൊരു കായിക രംഗത്ത് പ്രവർത്തിക്കുന്നയാൾ കൂടിയാണ്. അങ്ങനെ യാത്ര ചെയ്യുകയാളാണെങ്കിൽ, നോമ്പ് കാലത്ത് സ്വന്തം സ്ഥലത്തിൽ ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു ന്യായീകരണമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവനയാണ് ഷമാ മുഹമ്മദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല അദ്ദേഹം ഒരു കായിക താരമാണ്. കായിക താരത്തിന് നോമ്പ് നോക്കണം എന്ന നിർബന്ധമില്ല എന്നും ഷമാ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മുഹമ്മദ് ഷമി ട്രാവൽ ചെയ്യുന്നയാളല്ല, അല്ല യാത്ര ചെയ്യുന്നയാളല്ല, അല്ലെങ്കിൽ അദ്ദേഹം കായിക താരമല്ല എന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് നോമ്പ് നോക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നോമ്പ് നോക്കാതിരിക്കാൻ സാധിക്കില്ലേ എന്ന ചോദ്യമാണ് ഷമയോട് ചോദിക്കാനുള്ളത്. ഷമ വലിയ ജനാധിപത്യവാദിയാണ്, മതേതരവാദിയാണ് എന്നൊക്കെയാണ് ചർച്ചകളിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നോമ്പ് നോക്കാൻ
നോക്കാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസം പിന്തുടരണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റുള്ളവർക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ ഭരണഘടനയും പറയുന്നത്. അങ്ങനെ ആ ഭരണഘടന ചൂണ്ടിക്കാണിച്ച് ഒരു മറുപടി നൽകാനല്ലാതെ വീണ്ടും മതനിയമവുമായി ഷമ എന്തിനു വന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.